നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ദൈവത്തിന്റെ അനുഗ്രഹവും ശാന്തിയും ലഭിക്കട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിലെ പല സമയങ്ങളിലും നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലാകാറുണ്ട്. എന്താണ് നമ്മുടെ മുന്നിലുള്ള വഴി? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് നമ്മൾക്ക് സംഭവിക്കാൻ പോകുന്നത്? എന്നിങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. അത്തരം സമയങ്ങളിൽ പലരും ദൈവത്തോട് ചോദിക്കും, ദൈവമേ, എനിക്കൊരു സൂചന തരയണമേ, ഞാൻ പോകേണ്ട വഴിയെക്കുറിച്ച് ഒരു ചെറിയ അടയാളം തരയണമേ. ചിലപ്പോൾ നമുക്ക് ദൈവം നേരിട്ട് നമ്മളോട് സംസാരിക്കില്ല, പക്ഷേ ചെറിയ ചില അടയാളങ്ങളിലൂടെ, സൂചനകളിലൂടെ ചില സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തും. ഇന്നത്തെ ഈ വീഡിയോ അതുപോലൊരു ചെറിയ ആത്മീയ അനുഭവമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഇത് ഒരു തൊടുകുറി രീതിയിലുള്ള ആത്മീയ തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഏത് ദീപത്തിലേക്ക് ആകർഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ സന്ദേശം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 3 ദീപങ്ങൾ കാണുന്നുണ്ടാകും. ഓരോ ദീപത്തിനും ഓരോ പ്രത്യേക ഊർജവും ഒരു സന്ദേശവും ഉണ്ടെന്നാണ് ആത്മീയ വിശ്വാസം. ഈ 3 ദീപങ്ങളിൽ ഒന്ന് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നുണ്ടാകും. അത് നിങ്ങളുടെ ഉള്ളിലെ ഊർജം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ആദ്യം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിലോർക്കുക. അത് ശ്രീകൃഷ്ണ ഭഗവാനാകാം, ശിവഭഗവാനാകാം, ദേവിയായിരിക്കാം, അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദൈവമായിരിക്കാം. അത് ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ആ ഒരു ദൈവത്തോട് മനസ്സിൽ ഒരു പ്രാർത്ഥന പറയാം. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒരു നല്ല സൂചന ലഭിക്കട്ടെ. എൻ്റെ മനസ്സിനെ നയിക്കുന്ന ശരിയായ ദീപം ഞാൻ തിരഞ്ഞെടുക്കട്ടെ. ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള 3 ദീപങ്ങളെ ശ്രദ്ധിച്ചു നോക്കുക. ഒന്നാമത്തെ ദീപം, രണ്ടാമത്തെ ദീപം, മൂന്നാമത്തെ ദീപം. ഈ 3 ദീപങ്ങളിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത്? അത് നിറമാകാം, പ്രകാശമാകാം, അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേക ആകർഷണം നിങ്ങളുടെ മനസ്സിൽ തോന്നിയേക്കാം. ഒന്നും അധികം ചിന്തിക്കേണ്ട. നിങ്ങളുടെ ആദ്യ മനസ്സ് പറയുന്ന ദീപം അത് തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം പലപ്പോഴും നമ്മുടെ ആദ്യത്തെ അനുഭൂതിയാണ് ശരിയായത് എന്ന് ആത്മീയ വിശ്വാസം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ദീപം നിങ്ങൾ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ഇത് ഒരു ആത്മീയ മാർഗനിർദ്ദേശം മാത്രമാണ്. നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് നിങ്ങളുടെ തീരുമാനവും പരിശ്രമവുമാണ്. പക്ഷെ ചിലപ്പോൾ ദൈവത്തിന്റെ ചെറിയ സൂചനകൾ നമുക്ക് ആത്മവിശ്വാസം നൽകും, മുന്നോട്ടു പോകാൻ ഒരു ശക്തി നൽകും. അതുകൊണ്ട് ഈ വീഡിയോയെ ഒരു പോസിറ്റീവ് സന്ദേശമായി മാത്രം കാണുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഇതിൽ നിന്നും ഒരു ദീപം തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെനുവിനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ദീപം സാധാരണ ഒരു ദീപമല്ല. ആത്മീയമായി ഇത് പ്രകാശത്തെയും പുതിയ തുടക്കത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു അടയാളമാണ്. നിങ്ങൾ ഈ ദീപം തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ സമയമാണ് എത്തിയിരിക്കുന്നത് എന്നതാണ് ആത്മീയ വിശ്വാസം പറയുന്നത്. ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ചില ആശങ്കകളും ചിന്തകളും ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ എന്നൊരു ചെറിയ ഭയം നിങ്ങളിലുണ്ട്. നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ശരിയാണോ എന്നൊരു സംശയം നിങ്ങളിലുണ്ട്. പക്ഷെ ഈ ദീപം പറയുന്ന ആദ്യ സന്ദേശം ഇതാണ്: ഭയപ്പെടേണ്ട, മുന്നിലുള്ള സമയം നല്ലതാകാൻ പോകുന്നു എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രകാശം പതുക്കെ എത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ താൽക്കാലികമായിരിക്കും. ദൈവം പലപ്പോഴും നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മളെ ശക്തരാക്കാനാണ്. ഈ ദീപം തിരഞ്ഞെടുക്കുന്ന പലർക്കും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് മനസ്സിൽ ഒരു ഭാരമുണ്ടാകും. ചിലർക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കാം, ചിലർക്ക് ജോലി, ധനം അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളായിരിക്കാം. പക്ഷേ ഈ ദീപം കാണിക്കുന്ന സൂചന പ്രകാരം ഇവയിൽ പലതും പതുക്കെ മാറാൻ പോവുകയാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു ചെറിയ നല്ല വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാകാം, ഒരു സാമ്പത്തിക കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറെക്കാലമായിട്ട് കാത്തിരുന്ന ഒരു കാര്യത്തിന്റെ തുടക്കമായിരിക്കും. ഈ ദീപത്തിന്റെ പ്രകാശം പറയുന്നത് നിങ്ങൾക്കുള്ള ഭാഗ്യം അടുക്കി വരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യവും ദൈവം നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അവസരങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾ മനസ്സിൽ ആത്മവിശ്വാസം പുലർത്തണം. ഒന്നാമത്തെ ദീപം തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി വളരെ നല്ല മനസ്സുള്ളവരാണ്. പക്ഷെ പലപ്പോഴും അവർക്ക് ഒരു പ്രശ്നമുണ്ട്. അവർ തങ്ങളെ തന്നെ കുറച്ച് വില കുറച്ച് കാണാറുണ്ട്. എനിക്ക് കഴിയുമോ, ഞാൻ ഇതിന് യോഗ്യനാണോ എന്ന ചോദ്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരാം. പക്ഷെ ഈ ദീപം പറയുന്നത് ഇതാണ്: നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ ശക്തിയുള്ള ആളാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കേണ്ട സമയം വരാം. അത് ജോലി മാറ്റമായിരിക്കാം, പുതിയ ഒരു പദ്ധതി ആയിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരിക്കാം. ആ സമയം വന്നാൽ ഭയപ്പെടാതെ മുന്നോട്ട് പോവുക. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഈ ദീപം സൂചിപ്പിക്കുന്നു. ഇനി മറ്റൊരു പ്രധാന സന്ദേശം കൂടിയുണ്ട്. ഒന്നാമത്തെ ദീപം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ പഴയ ഒരു ബന്ധം വീണ്ടും ശക്തമാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരാളുമായിട്ട് കുറച്ച് ദൂരെ ആയിരിക്കാം. അത് ഒരു സുഹൃത്തായിരിക്കാം, ഒരു ബന്ധുവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കാം. സമയത്തിന്റെ മാറ്റത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ദീപം കാണിക്കുന്ന ഊർജം പറയുന്നത് ആ ബന്ധം വീണ്ടും നല്ല രീതിയിൽ മാറാൻ സാധ്യതയുണ്ട് എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചില ആളുകളെ വീണ്ടും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇത് ഒരു പഴയ സന്തോഷം വീണ്ടും തിരിച്ചു വരുന്നതിന്റെ അടയാളമായിരിക്കാം. ഇനി ധനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂചനയും ഈ ദീപം നൽകുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം. പണം വന്നാലും ഉടൻ തന്നെ ചില ചിലവുകൾ വരിക, സേവ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. പക്ഷെ ഈ ദീപം പറയുന്നത് സാമ്പത്തിക നില പതുക്കെ മെച്ചപ്പെടും എന്നതാണ്. ഒരു പുതിയ അവസരം അല്ലെങ്കിൽ ഒരു അധിക വരുമാന സാധ്യത, ഇനി അതുമല്ലെങ്കിൽ മുമ്പ് നിന്നുപോയ ഒരു കാര്യത്തിന്റെ പുരോഗതി, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം: ഈ സമയം നിങ്ങൾ അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത്. ചിലപ്പോൾ നല്ല അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടും നമ്മൾ സംശയിച്ച് അത് വിട്ടുകളയാം. ഈ ദീപം നിങ്ങളോട് പറയുന്നത് മനസ്സിൽ വിശ്വാസം വയ്ക്കൂ, അവസരങ്ങളെ സ്വീകരിക്കൂ എന്നതാണ്. ഇനി ആത്മീയമായ ഒരു സന്ദേശവും ഈ ദീപം നൽകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന സമയമാണിത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ തിരക്കുള്ള ജീവിതത്തിൽ ആത്മീയതയെ കുറിച്ച് മറക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദീപം നിങ്ങളോട് ഒരു ചെറിയ നിർദ്ദേശം നൽകുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ദിവസവും കുറച്ച് നിമിഷങ്ങളെങ്കിലും ദൈവത്തെ ഓർക്കാൻ സമയം കണ്ടെത്തും. ഒരു ചെറിയ പ്രാർത്ഥന പോലും നിങ്ങളുടെ മനസ്സിന് വലിയ ശാന്തി നൽകും. നിങ്ങൾ ഇങ്ങനെ ആത്മീയമായി ശക്തരാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും പതുക്കെ മാറാൻ തുടങ്ങും. ഒന്നാമത്തെ ദീപം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ അടുത്ത മാസങ്ങളിൽ ഒരു പുതിയ തുടക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ജോലിയാകാം, ബന്ധമാകാം, അല്ലെങ്കിൽ വ്യക്തിപരമായ വളർച്ചയായിരിക്കാം. എന്തായാലും അത് നിങ്ങളുടെ ജീവിതത്തെ നല്ല ദിശയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തുടക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ദീപത്തിന്റെ അവസാന സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വരാൻ പോകുന്നു. നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകൾക്ക് ശേഷം നല്ല സമയം വരുന്നത് ദൈവത്തിന്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദീപം പ്രകാശിക്കട്ടെ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ ദീപത്തിന് ഒരു പ്രത്യേക ആത്മീയ അർത്ഥമുണ്ട്. ഈ ദീപം സാധാരണയായി മാറ്റം, ശക്തി, പരീക്ഷണം കഴിഞ്ഞുള്ള വിജയത്തിന്റെ സൂചന എന്നിങ്ങനെയാണ് ആത്മീയ വിശ്വാസത്തിൽ കാണപ്പെടുന്നത്. നിങ്ങൾ ഈ ദീപം തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രധാന ഘട്ടം നടക്കുകയാണ് എന്നതാണ്. കഴിഞ്ഞ ചില കാലമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ പല ചിന്തകളും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ വൈകുന്നത് എന്നൊരു സംശയവും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കാം, ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് ഫലം വൈകുന്നു. ഈ ദീപം നൽകുന്ന ആദ്യ സന്ദേശം ഇതാണ്: നിങ്ങൾ നേരിട്ട പരീക്ഷണങ്ങൾ വെറുതെയല്ല. ദൈവം പലപ്പോഴും നമ്മളെ പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകും. അത് നമ്മളെ ശക്തരാക്കാനും നമ്മൾ നേടാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് തയ്യാറാക്കാനുമാണ്. രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുക്കുന്ന പലർക്കും കഴിഞ്ഞ കാലത്ത് ചില നിരാശകൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു കാര്യം സംഭവിക്കാതെ ഇരിക്കാം. ഒരു അവസരം അവസാന നിമിഷത്തിൽ നഷ്ടമായിരിക്കാം.
അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ഒരാൾ നിങ്ങളെ മനസ്സിലാക്കാത്തതായിരിക്കാം. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിരിക്കാം. പക്ഷെ ഈ ദീപം പറയുന്നത് വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ്. ആ കാലം പതുക്കെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ശക്തി വരാൻ പോകുന്നു. നിങ്ങൾ മുൻപ് കരുതിയതിലും കൂടുതൽ ആത്മവിശ്വാസം നിങ്ങൾക്കുള്ളിൽ വളരാൻ പോകുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ ദീപം സൂചന നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഒരു പുതിയ അവസരമാണ്. ഇത് ജോലി, ബിസിനസ് അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ലക്ഷ്യമായിരിക്കാം. നിങ്ങൾ ഏറെക്കാലമായിട്ട് ആലോചിച്ച ഒരു കാര്യം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മുമ്പ് അത് നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നിയിരിക്കാം. പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറാൻ പോവുകയാണ്. ഈ അവസരം വന്നാൽ നിങ്ങൾക്ക് 2 വഴികളായിരിക്കും കാണുക. ഒന്ന്, പഴയ ഭയങ്ങളെ ഓർത്ത് പിന്നോട്ട് പോവുക. 2, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഈ ദീപം നിങ്ങളോട് പറയുന്നത് രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കൂ എന്നതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത വളർച്ച അതിനൊപ്പം തന്നെ ആയിരിക്കും. ഇനി ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന സന്ദേശവും ഈ ദീപം നൽകുന്നുണ്ട്. രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി വളരെ ഹൃദയം നിറഞ്ഞവരും മറ്റുള്ളവരെ പരിഗണിക്കുന്നവരുമാണ്. പക്ഷെ ചിലപ്പോൾ അവർ മറ്റുള്ളവർക്കായി വളരെയധികം കൊടുക്കുകയും സ്വന്തം സന്തോഷം പിന്നിലേക്ക് മാറ്റുകയും ചെയ്യും. ഈ ദീപം നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരേണ്ട സമയമാണ് എന്നതാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങളെയും നിങ്ങൾ സ്നേഹിക്കാൻ മറന്നു പോകരുത്. നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. ഇനി ധനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂചന കൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ഉയർച്ചയും താഴ്ചയും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പണം വരികയും ഉടൻ ചില ചെലവുകൾ വരികയും ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഈ ദീപം കാണിക്കുന്ന സൂചന പ്രകാരം സാമ്പത്തികമായിട്ട് ഒരു സ്ഥിരത പതുക്കെ വരാൻ പോകുന്നു എന്നതാണ്. ഒരു പുതിയ ജോലി അല്ലെങ്കിൽ ഒരു അധിക വരുമാനം, ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ മുൻപ് ചെയ്ത ഒരു പരിശ്രമത്തിന്റെ ഫലം, ഇവയിൽ ഏതെങ്കിലും ഒന്നിലൂടെ നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടാം. എന്നാൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയം നിങ്ങൾ ചിലവുകൾ കുറച്ച് ശ്രദ്ധാലുവാകണം. പണം വരുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇനി ആത്മീയമായ ഒരു സന്ദേശം കൂടിയുണ്ട്. രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്ക് നല്ല സമയം വരികയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ദൈവത്തെ കൂടുതൽ ഓർക്കണം എന്ന തോന്നൽ വരാം. ഇത് യാദൃശ്ചികമല്ല. ദൈവം നിങ്ങളുടെ മനസ്സിനെ ഒരു നല്ല ദിശയിലേക്ക് നയിക്കുന്നതിന്റെ അടയാളമായിരിക്കാം ഇത്. ഒരു ചെറിയ പ്രാർത്ഥന, ഒരു ചെറിയ നന്ദി പറയൽ, ഇവ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശാന്തി നൽകും. ഇനി മറ്റൊരു പ്രധാന സൂചന കൂടിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു നിർണായക തീരുമാനം എടുക്കേണ്ടതായിട്ട് വരാം. അത് നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ആ സമയത്ത് ഒരു കാര്യമാണ് ഈ ദീപം നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കൂ. പലപ്പോഴും നമ്മൾ പുറത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ കേട്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ട്. പക്ഷെ നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും നിങ്ങളുടെ ഹൃദയം തന്നെയാണ് ശരിയായ വഴി കാണിക്കുന്നത്. ഇപ്പോൾ ഈ ദീപത്തിന്റെ അവസാന സന്ദേശം നിങ്ങൾ കഴിഞ്ഞ കാലത്ത് നേരിട്ട ബുദ്ധിമുട്ടുകൾ നിങ്ങളെ തകർക്കാൻ വന്നതല്ല എന്നതാണ്. നിങ്ങളെ കൂടുതൽ ശക്തിയുള്ള വ്യക്തിയാക്കാൻ തന്നെയാണ് അത് വന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ വരാൻ പോവുകയാണ്. പക്ഷെ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്: വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ദൈവം ഓരോരുത്തർക്കും ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ സമയം അടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രകാശം പരക്കട്ടെ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ ദീപത്തിന് വളരെ പ്രത്യേകമായ ആത്മീയ അർത്ഥമുണ്ട്. ഈ ദീപം സാധാരണയായി ദൈവത്തിന്റെ അനുഗ്രഹം, ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന ഭാഗ്യം, പുതിയ തുടക്കം എന്നിവയെ സൂചിപ്പിക്കുന്ന ഒരു ശക്തമായ അടയാളമാണ്. എല്ലാവരും ഈ ദീപം തിരഞ്ഞെടുക്കാറില്ല. സാധാരണയായി ദൈവത്തിൽ വിശ്വാസമുള്ളവരും ഉള്ളിൽ വളരെ ശക്തിയുള്ളവരുമായ ആളുകളാണ് ഈ ദീപത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നിങ്ങൾ ഈ ദീപം തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ സമയം എത്തിയിരിക്കുകയാണ് എന്നതാണ് ആത്മീയ സൂചന.
കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നിങ്ങൾ പല കാര്യങ്ങളിലും ശ്രമിച്ചിട്ടുണ്ടാകും. ചില കാര്യങ്ങൾ വിജയിച്ചിരിക്കാം, ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയിരിക്കാം, എൻ്റെ ജീവിതത്തിൽ നല്ല സമയം എപ്പോഴാണ് വരിക? പക്ഷെ ഈ ദീപം പറയുന്ന ആദ്യ സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയം പതുക്കെ ആരംഭിക്കാൻ പോകുന്നു. ദൈവം ചിലപ്പോൾ നമ്മളെ കുറച്ചു സമയം കാത്തിരിപ്പിക്കും. കാരണം ശരിയായ സമയം വന്നപ്പോൾ ലഭിക്കുന്ന അനുഗ്രഹം കൂടുതൽ ശക്തമായിരിക്കും എന്നതാണ്. മൂന്നാമത്തെ ദീപം തിരഞ്ഞെടുക്കുന്നവർക്ക് അടുത്ത കാലത്ത് ഒരു സന്തോഷകരമായ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ചെറിയ മാറ്റമായിരിക്കാം, പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തെ നല്ല ദിശയിലേക്ക് കൊണ്ടുപോകുന്ന തുടക്കമായിരിക്കും. ഇനി ഒരു പ്രധാന സൂചന കൂടിയുണ്ട്: നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു പുതിയ അവസരം വരാൻ സാധ്യതയുണ്ട്. ഇത് ജോലി, ബിസിനസ്, പഠനം അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ലക്ഷ്യമായിരിക്കാം. നിങ്ങൾ ഒരിക്കൽ ആലോചിച്ചെങ്കിലും തുടങ്ങാതെ വെച്ച ഒരു കാര്യം വീണ്ടും നിങ്ങളുടെ മനസ്സിൽ വരാം. ഈ സമയം നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരാം. ഈ ദീപം നിങ്ങളോട് പറയുന്നത് ആ അവസരം ഭയപ്പെടാതെ സ്വീകരിക്കുക എന്നതാണ്. കാരണം ചിലപ്പോൾ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ചെറിയ തീരുമാനങ്ങളിലൂടെ തുടങ്ങും. ഇനി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശമുണ്ട്. മൂന്നാമത്തെ ദീപം തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി വളരെ സ്നേഹമുള്ളവരും കരുണയുള്ളവരുമാണ്. അവർ മറ്റുള്ളവരുടെ സന്തോഷത്തിനായി പലപ്പോഴും തങ്ങളുടെ സന്തോഷം പോലും ത്യജിക്കും. പക്ഷെ ചിലപ്പോൾ അതുകൊണ്ട് അവർക്ക് ഉള്ളിൽ വേദന അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഈ ദീപം പറയുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തിരികെ വരാൻ പോകുന്നു എന്നതാണ്. നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്താൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു പഴയ ബന്ധം വീണ്ടും നല്ല രീതിയിൽ മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുതിയ ഒരു സൗഹൃദം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരാം. ഇനി സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച്: കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. പണം വരികയും ഉടൻ ചില ചിലവുകൾ വരികയും ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഈ ദീപം കാണിക്കുന്ന സൂചന പ്രകാരം സാമ്പത്തിക നില മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ ജോലി, ഒരു അധിക വരുമാനം അല്ലെങ്കിൽ ഒരു നല്ല അവസരം, ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം: ഈ സമയം നിങ്ങൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കണം. ആവേശത്തിൽ എടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ഓരോ കാര്യവും ശാന്തമായി ആലോചിച്ച് മുന്നോട്ട് പോവുക. ഇനി ആത്മീയമായ ഒരു സന്ദേശം കൂടിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ തിരക്കുള്ള ജീവിതത്തിൽ അത് ശ്രദ്ധിക്കാതെ പോകും. ഈ ദീപം നിങ്ങളോട് പറയുന്നത് ദിവസവും കുറച്ച് നിമിഷങ്ങളെങ്കിലും ദൈവത്തെ ഓർക്കുക എന്നതാണ്. ഒരു ചെറിയ പ്രാർത്ഥന പോലും നിങ്ങളുടെ മനസ്സിന് വലിയ ശാന്തി നൽകും. ഇനി മറ്റൊരു പ്രധാന സൂചന കൂടിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു സന്തോഷകരമായ വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഏറെക്കാലമായിട്ട് കാത്തിരുന്ന ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ അത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് നിങ്ങളുടെ മനസ്സിൽ വലിയ സന്തോഷം നൽകും എന്നതാണ്. ഇപ്പോൾ ഈ ദീപത്തിന്റെ അവസാനവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള സന്ദേശം ഇങ്ങനെയാണ്: നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല, അത് ഒരു പുതിയ തുടക്കത്തിനുള്ള തയ്യാറെടുപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് ഒരു നല്ല ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നീല വെളിച്ചം എൻ്റെ ജീവിതത്തിൽ പരക്കട്ടെ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.